20 ലക്ഷത്തോളം രൂപ മുടക്കി മഹീന്ദ്രയുടെ XUV കാറ് വാങ്ങിയതാണ്. ആ വാഹനം സർവീസിനായി ഒന്ന് ഷോറൂമിൽ കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ വാഹനവുമില്ല, 4 കേസുകളും ബാക്കി. വാഹനം കയ്യിലില്ലെങ്കിലും പ്രതിമാസം 40,000-ഓളം രൂപ CC അടയ്ക്കേണ്ട ഗതികേടിലാണ് ഒരു യുവാവ്. പത്തനംതിട്ട കുമ്പഴ സ്വദേശിയായിട്ടുള്ള അനീഷ് ഗോപാൽ എന്ന വ്യക്തിക്കാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അനീഷ് തന്നെ പറയും. ഞാൻ ഡിസംബർ മാസം 20-ാം തീയതിയാണ് പത്തനംതിട്ട കുമ്പഴ മെരിഡിയൻ മോട്ടോയിൽ നിന്ന് ഈ വാഹനം വാങ്ങുന്നത്. എടുത്തപ്പോൾ തന്നെ നമുക്ക് കുറച്ച് മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ വണ്ടിക്ക് മഹീന്ദ്ര XUV 700 ആയിരുന്നു. കാരണം ഇതിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നു. അവരന്നേരം പറഞ്ഞാൽ നമുക്കത് പരിഹരിച്ച് തരാമെന്ന് ഇവർ പറഞ്ഞിരുന്നു. അതിന് പ്രകാരം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം ഈ പാർട്സ് വരാറുണ്ടായിരുന്നു. പാർട്സ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ച് പറഞ്ഞു വണ്ടി കൊടുത്താൽ നമുക്കത് റിപ്പയർ ചെയ്യാവുന്ന. അതുപ്രകാരം ഞാൻ ഏപ്രിൽ 10-ാം തീയതി ഈ വാഹനം കൊണ്ടുപോയി ഷോറൂമിൽ കൊടുത്തിരുന്നു. എന്നോട് പറഞ്ഞത് 11-ാം തീയതി നമുക്ക് ഈ വാഹനം തിരിച്ചു തരാമെന്നാണ്. എന്നാൽ 11-ാം തീയതി വൈകിട്ട് ഞാൻ അറിയുന്നത് എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ആ ഷോറൂമിലെ ഒരു ജീവനക്കാരൻ ഈ വണ്ടി കൊണ്ടുപോയിട്ട് ഇലന്തൂർ വെച്ചിട്ട് ആക്സിഡൻ്റ് ആക്കി എന്നുള്ളതാണ്. എന്ത് പറ്റിയതാണ്? ഒരു ബൈക്കുകാരനെ നമ്മുടെ വാഹനം കയറി ഇടിച്ചതാണ്. ഇടിച്ചതിൽ പുള്ളിയുടെ 2 കാലുകൾ ഒടിയുകയും ഇടുപ്പിലിന് പൊട്ടലും ഒടിവും എല്ലാം ഉണ്ട്. പുള്ളിക്ക് മേജർ പരിക്കാണ് പറ്റിയിരിക്കുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുള്ള് തകർന്നു പോയിരിക്കുകയാണ്. ഈ താങ്കളുടെ കാർ ആ സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല? ഇല്ല, നമ്മളൊരു ഫാൻസി നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന വാഹനമാണ് ഇവർ കൊണ്ടുപോയി ആക്സിഡന്റ് ആക്കിയത്. ആക്സിഡന്റ് നടന്ന കാര്യം താങ്കളെ ഷോറൂമിൽ നിന്ന് വിളിച്ചറിയിച്ചോ? ഷോറൂമിൽ നിന്ന് വിളിച്ച് അറിയിച്ചില്ല. നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് വാട്സപ്പിൽ ഫോട്ടോസും വോയിസും എടുത്തിട്ടിരുന്നു, നമുക്ക് വണ്ടി ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞിട്ട്. രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് ഷോറൂമിൽ നിന്ന് നമ്മൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ട് വിളിച്ചതിന് ശേഷമാണ് ഇവർ പറഞ്ഞത് വണ്ടി ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞു. ബൈക്കുകാരൻ വന്ന് ഇടിച്ചു എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഫ്രണ്ട് മാത്രം കുറച്ച് പോയിട്ടേ ഉള്ളതെന്നായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. ഇപ്പം 2 മാസമായിട്ട് 3 മാസം അടുപ്പിച്ചാവുന്നു. ഇപ്പോൾ ആറന്മുള സ്റ്റേഷനിലാണ് ഈ വണ്ടി ഉള്ളത്. വണ്ടി ആ കേസിൽ പെട്ടതോടെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ആ ബൈക്ക് യാത്രക്കാരൻ്റെ നല്ലൊരു പരിക്കാണ്. പുള്ളിയെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇനി ഒരു 6 മാസം കൂടെ കഴിയാതെ എണ്ണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. തന്നെയല്ല 2-3 സർജറിന് ബാലൻസ് ഉണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. നല്ല പരിക്കാണ് പുള്ളിക്ക് പറ്റിയേക്കുന്നത്. നമ്മുടെ വാഹനം അമിത വേഗതയിൽ അങ്ങോട്ട് പോയി ഇടിച്ചതാണ്. റോങ് സൈഡ് കയറി ഇടിച്ചതാണ് നമ്മുടെ വാഹനം. അതിന് നമ്മളോട് ഇവർ പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് പുതിയ വാഹനം തരാം, നമുക്ക് ഇതിലുണ്ടായ നഷ്ടങ്ങളെല്ലാം തരാമെന്ന് എന്നോട് വാക്കാൽ പറഞ്ഞിരുന്നു. ഷോറൂമിൽ നിന്ന് പറഞ്ഞിരുന്നു. സജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മളോട് ഈ വാഹനം തരാം, നഷ്ടപരിഹാരങ്ങളെല്ലാം തരാം എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന് ശേഷം ഇവർ പല രീതിയിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഉണ്ടായത്. ഞാനൊരു ആഗ്രഹത്തിന് പുറത്തെടുത്ത വണ്ടിയാണ്. 40,000 വെച്ച് മാസം അടവ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി ഇവരുടെ കയ്യിൽ നിന്ന് ആക്സിഡൻ്റ് ആയി 2-3 മാസമായിട്ട് സ്റ്റേഷനിൽ കിടക്കുന്ന സമയത്തും നമ്മളിപ്പോൾ 40,000 രൂപ വീതം EMI അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ്. താങ്കൾ അടയ്ക്കുകയാണ്? അതെ, ഞാൻ അടയ്ക്കുകയാണ്. എന്നിട്ട് ഈ നഷ്ടങ്ങളൊന്നും നമുക്ക് അംഗീകരിച്ച് തരുവോ നമുക്ക് തരുവോ ചെയ്യില്ല. ഷോറൂമിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു പിഴവായതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ജീവനക്കാരന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച പിഴവായതുകൊണ്ട് തന്നെ ആ വാഹനം ഇനി താങ്കൾക്ക് വേണ്ട, മറ്റു പുതിയ വാഹനം വേണം എന്നുള്ളതാണ് താങ്കളുടെ ആവശ്യം? അതെ, പുതിയ വാഹനം വേണമെന്ന് പറഞ്ഞിരുന്നു. പുതിയ വാഹനവും ഈ വാഹനത്തിലുണ്ടായിരുന്ന നഷ്ടപരിഹാരങ്ങളെല്ലാം നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒരു 2-2.25 ലക്ഷം രൂപയോളം ഉണ്ട്. അല്ലാതുള്ള ചിലവുകളെല്ലാം നമുക്ക് തരാമെന്ന് ഇവർ പറഞ്ഞിരുന്നതാണ്. നമ്മുടെ പഴയ വാഹനം ഇപ്പോഴും ആറന്മുള സ്റ്റേഷനിൽ കിടക്കുകയാണ്. ഇവർ പഴയ വാഹനം പണിഞ്ഞു തരാമെന്നാവുന്ന പറഞ്ഞാണ്. ഞാനത് സമ്മതിച്ചില്ല, എനിക്ക് പുതിയ വാഹനം തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ നിർബന്ധിച്ചിട്ടാണ് അവർ നമുക്ക് പുതിയ വാഹനം TP അടിച്ചു തന്നത്. പുതിയ വാഹനം താങ്കൾക്ക് തരാമെന്ന് പറഞ്ഞ് TP രജിസ്ട്രേഷൻ വരെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഇൻഷുറൻസ് തുകയായിട്ട് ഒരു 50,000 രൂപയും മുകളിൽ എന്നെ കൊണ്ട് തന്നെയാണ് ഇവർ അടപ്പിച്ചത്. അതിനുശേഷം അവർ TP നമുക്ക് അടിച്ചു തന്നിരുന്നു. അതായത് ഞാനൊരു ഫാൻസി നമ്പറിനായിരുന്നു. എന്നോട് ഷോറൂമിൽ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ ഫാൻസി എടുക്കാനാണ്, അതുകൊണ്ട് നിങ്ങൾ TP അടിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഈ TP നമ്മുടെ കിട്ടിയപ്പോൾ നമ്മൾ അത് രജിസ്ട്രേഷന് കൊടുത്തു. നമ്മുടെ ഫാൻസി നമ്പർ അലോട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ ഈ നമ്പർ അലോട്ടായോ എന്നറിയാൻ RTO ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ ചെല്ലുന്നതിന് 2 ദിവസം മുമ്പ് ഇത് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ട്, ടെമ്പററി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. താങ്കൾക്ക് പുതുതായി ഷോറൂമിൽ നിന്ന് നൽകാമെന്ന് പറഞ്ഞ വാഹനത്തിന്റെ TP രജിസ്ട്രേഷൻ എടുത്ത് അവർ തന്നെ ക്യാൻസൽ ചെയ്തു. ഈ വണ്ടി അവിടെത്തിപ്പെട്ടിരുന്നെങ്കിലും ഞാൻ ഇവർക്കെതിരെ കേസൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കെതിരെ അവർ കേസ് കൊടുത്തിരിക്കുകയാണ്. ഓൾറെഡി എനിക്ക് 2 കേസുണ്ട്. വണ്ടി ആക്സിഡൻ്റ് ആയതിൻ്റെ 2 കേസുണ്ട്. അതുകൂടാതെ ഈ TP ക്യാൻസൽ ചെയ്യാൻ RTOയും ഞാനും സമ്മതിച്ചില്ല എന്നും പറഞ്ഞിട്ട് ഒരു കേസ് മുനിസിപ്പൽ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ കേസ് ഞാൻ അവരെ ചീറ്റ് ചെയ്തു എന്നും പറഞ്ഞ് ഒരു കേസ് കൂടെ എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം വണ്ടിയില്ല, പൈസയില്ല, കേസുമായി 4 ഇതാണ് അവസ്ഥ. EMI അടയ്ക്കുകയും വേണം. ഞാൻ ഇന്ന് ഈ ഷോറൂമിന്റെ അധികാരികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് താങ്കൾ ഷോറൂമിനെ ചതിച്ചു എന്നുള്ളൊരു വിശദീകരണമാണ് അവർ പറഞ്ഞത്. ഞാനെങ്ങനെയാണ് ചതിക്കുന്നത്? എൻ്റെ വണ്ടി ഒരു സർവീസിന് കൊടുത്ത് അവർ കൊണ്ടുപോയി ആക്സിഡൻ്റ് ആക്കി. അവരല്ലേ എന്നെ ചതിച്ചത്.
അല്ല, ഈ ഷോറൂം കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ്: താങ്കളുടെ വാഹനം അപകടത്തിൽപ്പെട്ടു, താങ്കൾ മറ്റൊരു പുതിയ വാഹനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഷോറൂം അധികൃതർ തന്നെ മറ്റൊരു വാഹനം തരാമെന്ന് ഉറപ്പ് നൽകുന്നു. അതും പ്രകാരം ആ പുതിയ വാഹനത്തിനുള്ള TP രജിസ്ട്രേഷൻ അവർ ചെയ്യുകയും ചെയ്തു. പിന്നീട് അവരറിയാതെ താങ്കൾ പോയി ആ TP രജിസ്ട്രേഷൻ പെർമനന്റ് ആക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവരുടെ ആരോപണം. എനിക്ക് തരാമെന്ന് പറഞ്ഞ വണ്ടിക്ക് ഞാൻ നമ്പർ എടുക്കുന്നതിൽ എന്താണ് തെറ്റ്? എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ അവരോട് നേരത്തെ പറഞ്ഞിരുന്നു, നമ്പർ ആക്കണമെന്ന് ചോദിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു വേണ്ട, TP മതി, എനിക്ക് ഫാൻസി നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവർ TP ആക്കി തന്നപ്പോൾ ഞാൻ ആ നമ്പർ, എനിക്ക് തരാനുള്ള വണ്ടിയല്ലേ, ഓൾറെഡി എനിക്ക് തരാനുള്ള വണ്ടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയി ആ നമ്പർ എടുത്തു. പക്ഷേ ഇപ്പോഴെനിക്കൊരു സംശയം, ഇവർ നമ്മളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം TP രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊരു 600 രൂപയുടെ നഷ്ടമേ വരുള്ളൂ. ഇതിൽ എന്നെ കൊണ്ട് ഇവർ ഇൻഷുറൻസ് എടുപ്പിച്ചത് ഇവർ അറിഞ്ഞുകൊണ്ട് എടുപ്പിച്ചതാണ്. കാരണം ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ ഫണ്ട് മാത്രം നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റില്ല. വണ്ടിയുടെ ഫണ്ട് അവർക്ക് ക്യാൻസൽ ചെയ്തെടുക്കാം, ടാക്സ് അടയ്ക്കുന്നത് അവർക്ക് റിട്ടേൺ കിട്ടും. ഈ ഇൻഷുറൻസിൻ്റെ പൈസ മാത്രമേ കിട്ടില്ല. പിന്നെ TP എടുത്തൊരു എമൗണ്ട് ഒരു 400-500 രൂപ മാത്രമേ ഇവർക്ക് നഷ്ടപ്പെടുള്ളൂ. അത് ഇവർ നമ്മുടെ ഈ പുതിയ വണ്ടിയുടെ രജിസ്ട്രേഷൻ കാണിച്ച് ചീറ്റ് ചെയ്തുകൊണ്ട് പഴയ വാഹനം റിലീസ് ചെയ്തിട്ട് പണിഞ്ഞു തരാനുള്ള അവരുടെ ഒരു അടവായിരുന്നു അത്. അല്ലെങ്കിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞ വാഹനത്തിന് നമ്പർ എടുത്തത് നമ്മളോട് ചീറ്റിംഗ് ആണെന്ന് എങ്ങനെയാണ് പറയുന്നത്? കാരണം ഇവർ ഈ വണ്ടി എനിക്ക് തരാൻ ഉദ്ദേശിച്ചിരുന്ന വണ്ടിയല്ല, ഈ പുതിയ വണ്ടി എനിക്ക് തരാൻ ഉദ്ദേശിച്ചിരുന്ന വണ്ടിയല്ല. ഇത് TP അടിച്ച് നമുക്ക് തരാമെന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ട് പഴയ വണ്ടി റിലീസ് ചെയ്തെടുക്കുകയായിരുന്നു ഇവരുടെ തീരുമാനം. എന്നിട്ട് ഈ റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ 1-2 ദിവസം കൊണ്ട് വണ്ടി പണിഞ്ഞിട്ട് ആ പഴയ വണ്ടി നമ്മൾക്ക് തരാനുള്ള തീരുമാനമായിരുന്നു. പക്ഷെ നമ്മളിത് രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ആ പ്ലാൻ മാറി. അതാണ് അവർ ചീറ്റ് ചെയ്തായിരുന്നത് പറയുന്നത്. നിലവിൽ ഈ പഴയ വാഹനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പൊക്കോളാൻ പോലീസ് പറഞ്ഞതാണ്. പക്ഷേ താങ്കളാണ് അത് സമ്മതിക്കാതെ എനിക്ക് പുതിയ വാഹനം മതി എന്ന നിലപാടിൽ നിൽക്കുന്നത്. അതെ, അത് റിലീസ് ചെയ്യാൻ നമ്മൾ ചെന്നാൽ നമുക്ക് റിലീസ് ചെയ്തെടുക്കാമായിരുന്നു. പക്ഷേ ഈ പുതിയ വാഹനം കിട്ടിയിട്ട് നമ്മൾ റിലീസ് ചെയ്തു എന്ന് ഒരു കണ്ടീഷൻ ഞാൻ വെച്ചിരുന്നു. നമ്മൾ ഇത് റിലീസ് ചെയ്താൽ ഇവർ വണ്ടി കയറ്റി പണിഞ്ഞു കഴിഞ്ഞ് നമുക്ക് ആ പഴയ വാഹനം തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിത് റിലീസ് ചെയ്യാഞ്ഞത്. അതിപ്പം അവരെ ഈ പുതിയ വാഹനം നമുക്ക് TP അടിച്ച് തന്നിട്ട് നമ്മളെ കൊണ്ട് പഴയ വാഹനം റിലീസ് ചെയ്യിക്കാൻ ശ്രമിച്ചു. പലതവണ പറഞ്ഞ് റിലീസ് ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് റിലീസ് ചെയ്യാൻ പോകുന്ന സമയത്ത് RTO ഓഫീസിൽ കയറി തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ TP ക്യാൻസൽ ചെയ്യാൻ കൊടുത്തേക്കാണ്. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ സപ്പോർട്ടോടെ നമ്മുടെ ആ പഴയ വാഹനത്തിൻ്റെ ഒരു 60% വർക്കുകൾ ഇവർ ആ സ്റ്റേഷനിലിട്ട് പണിഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ വിവരാവകാശം കൊടുക്കണമെന്നുള്ള രീതിയിലിരിക്കുകയാണ്. CCTV ഫുട്ടേജും എല്ലാം വിവരാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഞാൻ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ആക്സിഡൻ്റായ അന്ന് മുതലെടുത്ത് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഞാനിത് സോഷ്യൽ മീഡിയയിൽ അറിയിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇവരത് റിപ്പയർ ചെയ്യുകയാണ് ചെയ്തത്. ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ചെന്നപ്പോൾ ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു കൂടെ. ചെന്നപ്പോൾ അവിടുത്തെ SI നമ്മളോട് പറഞ്ഞത് ഷോറൂമിൽ നിന്നാണോ വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇത് എൻ്റെ വണ്ടിയാണ്, ഷോറൂമിൽ എങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ആ പുള്ളിയോട് ചോദിക്കുകയും ചെയ്തു. ആക്സിഡന്റ് ആയ സമയത്തുള്ള ആ ഒരു കണ്ടീഷനിലല്ല നിലവിലുള്ളത്, അത് പണിതു എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. അതെ, അതിൻ്റെ ആക്സിലും ഇതെല്ലാം പണിഞ്ഞിട്ടുണ്ട്. ആക്സിലും സസ്പെൻഷനും ടയറ് ഒക്കെ കാറ്റ് പോയ അവസ്ഥയിലൊക്കെ ആയിരുന്നു. അതെല്ലാം പണിഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ കയറ്റിയിട്ടേക്കുന്നത്. വണ്ടിയുടെ കണ്ടീഷൻ ഏകദേശം പുറമേ ഉള്ള ഡാമേജ് നിർത്തിക്കൊണ്ട് ബാക്കിയൊക്കെ അവർ പണിഞ്ഞിട്ടുണ്ട്. വാഹനം വാങ്ങാൻ പോയി, ഇപ്പോൾ ക്യാഷും ഇല്ല, കേസും ആവശ്യത്തിനായി. ഇപ്പോൾ അതിന് പുറകെ നടക്കേണ്ട ഒരു അവസ്ഥയാണ്. പ്രതിമാസം 40,000 രൂപ CC അടയ്ക്കണം. പ്രതിമാസം 40,000 രൂപ CC അടയ്ക്കണം. എന്താണെങ്കിലും പത്തനംതിട്ട കുമ്പഴ സ്വദേശിയായിട്ടുള്ള അനീഷ് ഗോപാൽ എന്ന വ്യക്തിക്കാണ് ഇത്തരം ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഷോറൂമിൻ്റെ വിശദീകരണം ഇത്തരത്തിലാണ്. അതായത് ഈ കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഷോറൂം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ചതിച്ചു, അതായത് ഈ അനീഷ് ചതിച്ചു എന്നുള്ളതാണ് ഷോറൂം അധികൃതരുടെ ഒരു ആരോപണമായി നിലവിലുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.